ജെയിംസ് ക്ലിയർ ഒരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോ ഒരു ആക്സിഡന്റ് കളിക്കുന്നതിന്റെ ഇടയിൽ ജെയിംസ് ക്ലിയറിന് ഒരു ആക്സിഡന്റ്, അതായത് ബേസ്ബോൾ അറിയുന്നത് ഒരു നമ്മളെ ക്രിക്കറ്റ് ബാറ്റ് അല്ല, ഒരു ഉണ്ട പോലത്തെ ബാറ്റാണ്. അത് മുഖത്തടി കൊണ്ടു. നല്ല ഇഞ്ചുറി, ബ്രെയിൻ വരെ ഇതാവുന്ന രീതിയിലുള്ള ഇഞ്ചുറിയാണ് സംഭവിച്ചത്. അങ്ങനെ ഈ ജെയിംസ് ക്ലിയർ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അവിടുന്ന് അയാൾ റിക്കവർ ചെയ്യാൻ വേണ്ടി റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ അദ്ദേഹം സ്വയം ഉണ്ടാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതിന് അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന്റെ വിഷയം ഈ ബെഡിൽ നിന്ന് എണീക്കണം എന്നായിരുന്നു. ഈ ബെഡിൽ നിന്ന് എനിക്ക് പഴയ പോലെ പ്ലേ ചെയ്യണം, പഴയ പോലെ ഡ്രൈവ് ചെയ്യണം, പഴയ പോലെ നടക്കാൻ പറ്റുന്നില്ല. കോമ സ്റ്റേജിൽ ആദ്യം അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ഓർമ്മ വന്നു. അതിനുശേഷം ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ള രീതിയിൽ എന്നും ഒരു 1%, അതായത് 100% എഫിഷ്യൻസിയിലേക്ക് വരണം. അത് 1% ചെയ്യും. അങ്ങനെ ജെയിംസ് ക്ലിയർ ഓരോ മൈൻഡ് സെറ്റിൽ മാറ്റി അദ്ദേഹത്തിന്റെ ഫിസിക്കലി ഫിസിയോതെറാപ്പി കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും മാറ്റി അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു 1% ചെയ്തപ്പോൾ നമ്മൾ ഡെയിലി 1% ചെയ്യുമ്പോൾ ഒരു മാസം 30%. അങ്ങനെ അത് കൂട്ടി ഒരു 10 മാസം 100%. അങ്ങനെ അദ്ദേഹം റിക്കവർ ചെയ്യാം. ഈ ഒരു സംഗതി അദ്ദേഹം എന്താ ചെയ്തത് വെച്ചാൽ ഒരു ബുക്കാക്കി എഴുതി. 2018 അറ്റോമിക് ഹാബിറ്റ്സ് എന്നൊരു ബുക്കാക്കി എഴുതി. ഈ ബുക്ക് തന്നെ അതിന് വലിയൊരു വിജയത്തിന്റെ കാരണമായി മാറി. കാരണം 15 മില്യൺ ആളുകൾ എന്ത് ചെയ്തു, ഈ ബുക്ക് വാങ്ങി. ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായി അയാളുടെ